ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മാർക്കറ്റ് നല്ല രീതിയിൽ തകർന്നിരിക്കുകയാണ്. താഴേക്ക് പോകാൻ ഓരോരോ കാരണങ്ങൾ മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ റീറ്റെയിലേഴ്സ് ഒരുപാട് പാനിക്കാവുന്നുണ്ട്. പാനിക്കാകാൻ കാരണവുമുണ്ട്. അവർക്ക് ഒരാശ്വാസമാണ് ഈ വീഡിയോ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്റ് പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസും മറ്റും നടത്തുമ്പോൾ നമ്മൾ പണ്ട് എങ്ങനെയാണോ ചാർട്ട് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ബിഹേവ് ചെയ്ത്, അത് തന്നെ റിപ്പീറ്റ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വാറൻ ബഫറ്റിൻ്റെ ഈ പ്രശസ്തമായ കോട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ഇനിയും അത് ഈ ഒരു അവസരത്തിൽ ആവർത്തിച്ച് പറഞ്ഞ് കുളവാക്കുന്നില്ല. ഈ കോട്ടിൻ്റെ സാരാംശം ഇതാണ്: മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ട് ചിന്തിക്കുക. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ സക്സസ് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ നമ്മുടെ മൊത്തം പോപ്പുലേഷൻ എടുക്കുക. ഇതിൽ എത്ര ശതമാനം ആൾക്കാർ പാവപ്പെട്ടവരാണ്, എത്ര ശതമാനം മിഡിൽ ക്ലാസ് ആണ്, എത്ര ശതമാനം വളരെയധികം ക്യാഷ് ഉള്ളവരാണ് എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളരെയധികം ക്യാഷ് ഉള്ളവർ, അതായത് റിച്ച് അല്ലെങ്കിൽ അൾട്രാ റിച്ച് എന്നൊക്കെ പറയുന്ന കാറ്റഗറി വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സംഭവം മനസ്സിലായല്ലോ. എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആ ആളുകളാണ് ഈ പാവപ്പെട്ടവരായിട്ട് വരുന്നത്. മെജോറിറ്റി അവരാണ്. കാരണം അവർ നോർമൽ ചിന്തയാണ്. അതിൽ കുറച്ച് വ്യത്യാസമുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ വാറൻ ബഫറ്റ് പറയുന്നു അതാണ്, എല്ലാവരും ഗ്രീഡി ആയിരിക്കുമ്പോൾ നമ്മൾ ഫിയർഫുള്ളായിരിക്കുകയും എല്ലാവരും ഫിയർഫുള്ളായിരിക്കുമ്പോൾ നമ്മൾ ഗ്രീഡി ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും ഫിയർഫുള്ളായിരിക്കുന്ന സമയമാണ്. എല്ലാവരുടെയും മനസ്സിൽ പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആളുകളുടെ മനസ്സിൽ പേടിയാണ്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല, വീഡിയോ കാണില്ല, ഒന്നുമില്ല, സ്റ്റോക്കിനെ പറ്റി സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നും നടത്തില്ല. അതാണ് കോമൺ പീപ്പിൾ ചെയ്യുന്നത്. അതിൽ അത്ഭുതമില്ല, അതങ്ങനെ തന്നെ വേണം. എന്നാൽ ഈ സമയത്തും ഗ്രീഡി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ആളുകൾ കൂടുതലും ഫിയർഫുള്ളാണെന്ന് മനസ്സിലാക്കി ഈ സമയത്തും ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം അതായത് നമ്മളൊരു അത്യാർത്ഥിയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതാണ് ഗ്രീഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പോട്ടെ, ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നോർമലി എണ്ണത്തിൽ കുറവായിരിക്കും. എന്നാൽ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾ ആരാണ്? അത് മാർക്കറ്റ് കറക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അവർ എണ്ണത്തിന് കുറവായിരിക്കും. ഇന്നത്തെ നമ്മുടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 10 മുതൽ 15% വരെ കറക്റ്റ് ചെയ്തപ്പോൾ പിന്നീട് ആ ലെവലിലേക്ക് വരാനായിട്ട് മാർക്കറ്റ് എത്ര സമയമെടുത്തു, അതിൻ്റെ പീക്കിൽ നിന്ന് 10 മുതൽ 15 വരെ കറക്റ്റ് ചെയ്തതിന് ശേഷം ആ ലെവലിലേക്ക് പീക്കിലേക്ക് വരാനായിട്ട് എത്ര സമയമെടുത്തു എന്നും, ആ പീക്കിൽ നിന്ന് മാർക്കറ്റ് ഡബിൾ ആകാൻ എത്ര സമയമെടുത്തു എന്നുള്ള ഒരു കണക്കാണ് നമ്മളിന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫയൽ കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം കോൺഫിഡൻസ് തരുന്ന ഒരു ഫയലാണ്. ഇപ്പോൾ മാർക്കറ്റ് 10% മുകളിൽ കറക്ഷനിലാണ്. കറക്റ്റായിട്ടുണ്ട് മാർക്കറ്റ്. ഇതിന് മുമ്പ് 10 മുതൽ 15% വരെ കറക്റ്റായപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നും എത്ര നാൾ കൊണ്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിയെന്നും നമുക്ക് ഈ ഒരു ടേബിളിൽ കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് 2 കാര്യം പറഞ്ഞോട്ടെ. മാർക്കറ്റ് മാഗ്നറ്റ് എന്ന സെബി രജിസ്റ്റേർഡ് ഫേമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് അക്കൗണ്ട് എടുത്ത് നമ്മുടെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഞാൻ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അത് എക്സ്ക്ലൂസീവ് വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും തരിക. സ്റ്റോക്കിനെ പറ്റിയുള്ള സ്റ്റഡിയും കാര്യങ്ങളും ETF-കൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാവുന്നതാണ്. നമുക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ ഫ്രാഞ്ചൈസി കിട്ടിയിരിക്കുകയാണ്. ഇനി നേരത്തെ ഏഞ്ചൽ വണ്ണ് അക്കൗണ്ട് ഉള്ളവർ, നമ്മുടെ കൂടെ ഉള്ളവർ പേടിക്കേണ്ട, അവർ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. കമ്പനി അവരെ നമ്മുടെ ഇതിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ അല്ലാതെ ഏഞ്ചൽ വണ്ണ് അക്കൗണ്ട് എടുത്തവർ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്വിച്ച് ചെയ്യാനായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അവരെയും സ്വിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആവില്ല, അത് 6 മാസമെങ്കിലും കഴിയും. അപ്പോൾ അത് അവിടെ നിന്നോട്ടെ. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 1999 ഒക്ടോബർ 14 മാർക്കറ്റ് ഒരു പീക്ക് ക്രിയേറ്റ് ചെയ്തു. എന്നാണെന്ന് ഓർക്കണം കേട്ടോ. 25 വർഷം മുമ്പാണ്, 1505 ആ പീക്ക്. ഇപ്പോൾ എത്രയാണ് മാർക്കറ്റ്? 23,300 അല്ലേ? 1505 25 വർഷം മുമ്പുള്ള അന്നത്തെ പീക്ക്. അപ്പോൾ അന്നത്തെ പീക്കിൽ നിന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 15.6%. വാല്യൂ ആഫ്റ്റർ കറക്ഷന് ശേഷമുള്ള വാല്യൂ, അതായത് 1505 നിന്ന് 1270 മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. കറക്ഷൻ എന്ന് പറയുന്നത് 15.6%.
ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് ഈ 1505 വരുന്നത് 3 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒരു 15.6% കറക്ഷൻ വന്നതിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്ത് പഴയ ലെവലിലേക്ക് വന്നത് 3 മാസമേ പിടിച്ചിട്ടുള്ളൂ. അത് വലിയൊരു സംഭവമല്ല. നമ്മുടെ കറക്ഷൻ 3 മാസം ആയിട്ടില്ല കേട്ടോ. ഇനി അവിടുന്ന് മാർക്കറ്റ് ഡബിൾ ആയത് 3190 ആയത് 6 വർഷത്തിന് ശേഷമാണ്. അതായത് 1505 നിന്ന് ഡബിൾ എന്ന് പറയുന്നത് 3000 ആണല്ലോ. അപ്പം 3190 വരെ പോവുകയുണ്ടായി. അങ്ങനെ ഒരു പീക്ക് വരെ പോവുകയുണ്ടായി. അത് 2006 മാർച്ച് മാസം 6-ാം തീയതിയാണ് ആ ഒരു പീക്കിലെത്തിയത്. അതായത് ഡബിൾ ആയത്. എത്ര വർഷം പിടിച്ചു? അത് 6.4 വർഷം പിടിച്ചു മാർക്കറ്റ് കഴിഞ്ഞ പീക്കിൽ നിന്ന് ഡബിൾ ആകാനായിട്ട്. ഇപ്പോൾ ഇവിടെ എവിടെ ഇൻവെസ്റ്റ് ചെയ്തവർക്കും ലാഭമാണല്ലോ അല്ലേ. ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് ആർക്കായിരിക്കും? 1505 ചെയ്തവർക്കാണോ 1270 ചെയ്തവർക്കാണോ? തീർച്ചയായിട്ടും 1270 ചെയ്തവർക്കാർ ആയിരിക്കും. അല്ലെങ്കിൽ 1300 ചെയ്തവർക്ക് 400 ചെയ്തവർക്കും ഒക്കെ ഈ പീക്കിൽ ചെയ്ത ആൾക്കാരെ കഴിഞ്ഞും റിട്ടേൺ കൂടുതൽ ഉണ്ടാവും. ഇനി അടുത്ത കറക്ഷൻ 2005 മാർച്ച് മാസത്തിലാണ് നടന്നത്. 2169 ആയിരുന്നു മാർക്കറ്റിൻ്റെ പീക്ക്. അവിടെ നിന്ന് 12.3% ഒരു കറക്ഷൻ നടക്കുകയുണ്ടായി. അങ്ങനെ മാർക്കറ്റ് 1902 താഴേക്ക് പോയി. ഇനി ഇവിടുന്ന് മാർക്കറ്റ് ഡബിൾ ആയത്, അതായത് 4357 മാർക്കറ്റ് പോയത് 2007 7-ാം മാസത്തിലാണ് കേട്ടോ. ഡേറ്റ് 3 അതിന് വലിയ പ്രാധാന്യമില്ല. നമുക്കത് എത്ര വർഷം കൊണ്ടാണ് സാധിച്ചതെന്ന് ചോദിച്ചാൽ 2.3 ഇയേഴ്സ്. ഇപ്പോൾ ഒരു 2 വർഷത്തിന് മുകളിൽ പിടിച്ചു മാർക്കറ്റ് അവിടെ നിന്ന് ഡബിളാകാൻ. അതൊരു വലിയ ഒരു കാലയളവല്ല അല്ലേ. ഹൈയിൽ നിന്ന് ഡബിളാകാനാണ് ആ ഒരു സമയം പിടിച്ചത്. ലോയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഡബിളും കഴിഞ്ഞ് നല്ലൊരു റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. 2.5 വർഷം കൊണ്ട് അല്ല 2.3 വർഷം കൊണ്ട് ഡബിളാകുക എന്ന് പറയുന്നത് അടിപൊളിയാണ് അല്ലേ. ക്യാഷ് ഡബിളായി എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിപ്പോൾ നിഫ്റ്റിയുടെ കാര്യമാണ് നമ്മളീ പറയുന്നത്. നിഫ്റ്റി ഡബിളാകാനായിട്ട് കുറച്ച് സമയം പിടിക്കാറുണ്ട്, നമുക്കറിയാം. നിഫ്റ്റിയൊക്കെ ഈ 2 വർഷം കൊണ്ടൊക്കെ ഡബിളാകുക എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സിനാരിയോ നമുക്ക് കാണാം. ഇത് 2 വർഷം കൊണ്ട് ഡബിളായിരിക്കുന്നത് അതൊക്കെ വളരെ എക്സ്ട്രാ ഓർഡിനറിയാണ്. ചില സമയങ്ങളിൽ ഡബിളാകാനായിട്ട് 7 വർഷവും 9 വർഷവും 5 വർഷമൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് താഴേക്ക് കാണാം. ഇനിയിപ്പോൾ 2005 തന്നെ മറ്റൊരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. 2663 നിന്ന് 2316 മാർക്കറ്റ് താഴ്ന്നു. അത് 13%. അത് തിരിച്ച് ഹൈയിലേക്ക് വരാനായിട്ട് 2 മാസം എടുത്തുള്ളൂ. എന്നാൽ ഈ 2663 ഡബിൾ ആകാനായിട്ട് 5441 ആകാനായിട്ട് 2 വർഷം എടുത്തുള്ളൂ. 2007 10-ാം മാസം തന്നെ അത് ഡബിളായിട്ടുണ്ട്. ഇനിയിപ്പോൾ 2007 ഒരു 4224 നിന്ന് മാർക്കറ്റ് 3576 കറക്റ്റ് ചെയ്തു. 15.3% മാർക്കറ്റ് ഡൗൺ ആയി. അത് തിരിച്ച് ഈ 4224 വരാനായിട്ട് 3 മാസം എടുത്തുള്ളൂ. അവിടുന്ന് ഡബിൾ ആകാനായിട്ട് 7.8 വർഷം എടുത്തു. 8530. ഇതിപ്പോൾ നിഫ്റ്റിയുടെ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ETF വിവിധ തരം ETF നിഫ്റ്റി ബീസ് അല്ലാത്ത ETF മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ നിഫ്റ്റിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ ഈ നിഫ്റ്റിനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. നമ്മളതുപോലത്തെ മ്യൂച്വൽ ഫണ്ടുകളും ETF ആയിരിക്കും കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റിന് സെലക്ട് ചെയ്യുക. ചിലതൊക്കെ നിഫ്റ്റീൻ്റെയൊക്കെ ഡബിൾ റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ റിട്ടേൺ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ അടുത്ത കേസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2007 തന്നെ 4620 നിന്ന് 4074 മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഏകദേശം അതൊരു 11.8% കറക്ഷനാണ്. 2 മാസം കൊണ്ട് മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹൈയിലേക്ക് പോയി. അവിടുന്ന് മാർക്കറ്റ് ഡബിൾ ആകാനായിട്ട് 9512 ആകാനായിട്ട് ഏകദേശം 10 വർഷം പിടിച്ചു. ഇനി നമുക്ക് അടുത്ത കറക്ഷൻ നോക്കാം. 11738 നിന്ന് 10030 മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഇവിടെ ഒരു കഥയുണ്ട് കേട്ടോ. ഇത് 2018 സംഭവിക്കുന്നത്. ഈ 10030 ഉണ്ടല്ലോ, ഇത് ഞാൻ 10,000 വരുമ്പോൾ, അതായത് നമ്മളവിടെ ഇങ്ങനെ പറയും 10,000 20,000 ഒക്കെ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റൽ സപ്പോർട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ചാർട്ടിൻ്റെ മുന്നിലുണ്ട്. ഇവിടുന്ന് ഷാർപ്പ് റാലി ആയിരുന്നു ഇത് പോയത്. അതായത് ഇവിടുന്നൊക്കെ 1000 പോയിൻ്റൊക്കെ കയറിയത് എനിക്ക് 2-3 ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷേ ഇത് ഞാൻ പറയുന്ന ഓർമ്മ ശരിയാണ്. ഇവിടുന്ന് ഷാർപ്പ് റാലി തന്നെയായിരുന്നു നടന്നത്. അപ്പോൾ അവിടുന്നൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് കാരണമാണ് ഞാൻ ചില കാര്യങ്ങൾ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതായത് കറക്ഷനിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നില്ലേ, അത് ഇതാണ്. ഇതിപ്പോൾ 2018 സംഭവിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിങ്ങനെ ടെർമിനൽ നോക്കിയിരുന്നിട്ട് ഇത് 10,000 ഉറപ്പായിട്ടും ടച്ച് ചെയ്യും, 10,000 നിന്ന് റിവേഴ്സ് ആവും. ഇതാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ ഈ സാധനം പറ്റിച്ച് കളഞ്ഞു. 10,000 വന്നില്ല, 10,030 വന്നിട്ട് തിരിച്ച് കയറി കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം കൊണ്ട് നല്ല പറന്ന് കയറുകയും ചെയ്തു. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ
അന്നൊന്നും ചെയ്യൽ നടന്നില്ല. അതായത് 10,000 വരുമ്പോൾ ചെയ്യാമെന്ന് കരുതി ഫണ്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് 10,030 വന്നിട്ട് കയറിപ്പോയി. അപ്പോൾ ഇത് ഇനിയും വരും ഇനിയും വരും. എന്തായാലും ഒരു സെൻറ്റിമെൻ്റൽ സപ്പോർട്ടല്ലേ ഈ 10,000 എന്ന് പറയുന്ന ഒരു നല്ലൊരു റൗണ്ട് ഫിഗറല്ലേ. ആ സമയത്ത് ഈ 20,000 ഒന്നും ഇല്ലല്ലോ. ആകെ മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്ന 11,738 അപ്പോൾ ഈ 10,000 എന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായ ഫിഗറാണ്. പക്ഷേ അത് ടച്ച് ചെയ്തില്ല, ചെയ്യാതെ കയറിപ്പോയി. അത് എന്താണ് നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് അത് ടച്ച് ചെയ്യാത്തത് അല്ലേ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ലെസൺ കൂടി ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞാണ്, ഈ 10,030 കണ്ടപ്പോൾ പറഞ്ഞാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നല്ല പ്രോഫിറ്റ് എടുത്തു. പക്ഷേ എനിക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ, പക്ഷേ എനിക്ക് അതിനൊന്നും സാധിച്ചില്ല. ഓപ്ഷൻസ് വാങ്ങി, ഫ്യൂച്ചർ വാങ്ങി, അവന്മാർ തകർത്തു. അന്ന് നമുക്കൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു. എന്തായാലും ആ സമയത്ത് ഒരുപാട് പേര് മാർക്കറ്റ് പറന്ന് കയറിയിട്ട് ക്യാഷ് ഉണ്ടാക്കി. അപ്പം ഈ ഫിഗർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് എത്ര നാളും കൊണ്ടാണ് ഇത് പിന്നീട് ഇതിൻ്റെ ഹൈ എത്തിയത് എന്ന് ചോദിച്ചാൽ, അതായത് 14.6% കറക്ഷനാണ് വന്നത്. 8 മാസം പിടിച്ചു ഇത് തിരിച്ച് അതിൻ്റെ ഹൈയിലേക്ക് എത്താനായിട്ട്. അവിടുന്ന് ഡബിൾ ആകാനായിട്ട് 5.8 വർഷം പിടിച്ചു. അപ്പോൾ ഏകദേശം ഒരു 6 വർഷം എന്ന് കൂട്ടാം അല്ലേ, 6 വർഷത്തോളം പിടിച്ചു ഇത് ഡബിൾ ആകാനായിട്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട നിഫ്റ്റി 50-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ നെക്സ്റ്റ് 50, മിഡ് 150, സ്മോൾ ക്യാപ്പ്, പിന്നെ മൊമെൻറ്റം, ആൽഫ, ഒരുപാട് ETF-കളുണ്ട്. ഈ ETF-കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതിന് സ്പീഡായിട്ട് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഈ 5.8 ഇയേഴ്സും കൊണ്ട് ഡബിൾ ആകുക എന്നുള്ളത് അത്ര വലിയൊരു ഒരുപാട് സമയം പിടിച്ച ഒരു സംഭവമല്ല നമ്മുടെ FD ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴേ. പിന്നെ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഇതിലും കൂടുതൽ റിട്ടേൺ ആണ് തന്നേക്കുന്നത്. അപ്പോൾ അതും വിഷയമില്ല. ഇനിയിപ്പം നമുക്ക് അടുത്ത ഒരു കറക്ഷൻ നോക്കാം. 12,088 നിന്ന്, ഇത് 2019 കേട്ടോ സംഭവിക്കുന്നത്, 10,704 മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. 11.4% കറക്ഷനാണ്. 6 മാസം കൊണ്ടാണ് മാർക്കറ്റ് റിക്കവർ ചെയ്തത്. അപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നു ഇതെല്ലാം നമ്മൾ ആലോചിക്കുക. 2 മാസം കൊണ്ടും 3 മാസം കൊണ്ടും മെജോറിറ്റി ഡിസ്കവറിയും സംഭവിച്ചു കഴിഞ്ഞു. ചിലത് 6 മാസവും 8 മാസവും പിടിച്ചിട്ടുണ്ട്. പക്ഷേ റിക്കവർ ആകാതെ റിക്കവർ എന്ന് പറഞ്ഞാൽ പുതിയ ഹൈയിലേക്ക് പോയി. അതാണ് ഇവിടെ റിക്കവറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പുതിയ ഹൈയിൽ നിന്ന് ഡബിൾ ആകാനായിട്ട്, അതായത് 12,088 നിന്ന് 24,000 സംതിങ് ആകാനായിട്ട് 24,286. അത് 2024 സംഭവിക്കുന്നത്. ഇതേതാ വർഷം? ഇത് 2024 ഏത് മാസമാണ് സംഭവിക്കുന്നത്? 7-ാം മാസം, ജൂലൈ മാസമാണ് സംഭവിക്കുന്നത്. അതായത് 2019 12,088 ആയത് ഡബിൾ ആകാനായിട്ട് 5 വർഷം പിടിച്ചു. 2024 അത് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നുമല്ല, ഈ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നിഫ്റ്റി ബീസിൽ വാങ്ങിയിട്ടാലും മതി, നല്ല സുഖമായിട്ട് ഇരിക്കാം. കുറച്ചും കൂടി അഗ്രസീവായിട്ട് മറ്റ് സംഭവങ്ങൾ വാങ്ങിയിട്ടാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങൾ കിട്ടും. ഇതാണ് ഹിസ്റ്റോറിക്കൽ കറക്ഷൻസ്. 10 മുതൽ 15% വരെയുള്ള അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന കറക്ഷൻസും അതിൻ്റെ റിക്കവറി സമയങ്ങൾ, അത് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അത് ഡബിൾ ആകാൻ, അവിടുന്ന് ഹൈയിൽ നിന്ന് വീണ്ടും ഡബിൾ ആകാനായിട്ട് എടുത്ത വർഷങ്ങളും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ബോട്ടത്തിൽ നിന്ന്, അതായത് താഴെ ലെവലിൽ നിന്ന് വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അതായത് അതിൻ്റെ ഹൈയിലേക്ക് പോകുന്നത്, അവിടുന്ന് ഡബിൾ ആകാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിൻ്റെയൊക്കെ വളരെ കുറവ് സമയമാണ് ഈ താഴെ നിന്ന് അതിൻ്റെ ഹൈയിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി കോവിഡ് ക്രാഷ്, അതാണല്ലോ ഒരു വലിയ ക്രാഷ് വന്നിരിക്കുന്നത്. ഈ അടുത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്രാഷ് എന്ന് പറയുന്നത് കോവിഡ് ക്രാഷാണ്. 38.4% മാർക്കറ്റ് ഇടിഞ്ഞു. 12,362 നിന്ന് 7,610 മാർക്കറ്റ് ഇടിഞ്ഞു. അതായത് ജനുവരിയിൽ ഇടിവ് സ്റ്റാർട്ട് ചെയ്തു, മാർച്ചിൽ ഇടിവ് അവസാനിച്ചു. ഫെബ്രുവരി, മാർച്ച്, അപ്പോൾ ഒരു 2 മാസം. ഇനി ജനുവരിയും കൂടെ കൂട്ടുകയാണെങ്കിൽ 3 മാസം. എന്തായാലും 3 മാസം കംപ്ലീറ്റ് ആയിട്ടില്ല. 2 to 3 months എന്ന് പറയാം. 2 മാസത്തിനും 3 മാസത്തിനും ഇടയ്ക്കുള്ള സമയം കൊണ്ട് മാർക്കറ്റ് 38.4% ഇടിഞ്ഞു. ഇത് കോവിഡിന് മുമ്പുള്ള ലെവലിലേക്ക് വന്നത് 10 മാസം കൊണ്ടാണ്. 12,461 ഇത് വന്നത്. 12,362 ഇതിന് മുമ്പത്തെ പീക്ക്. 10 മാസം കൊണ്ട് തിരിച്ച് റിക്കവറി നേടി. അത് ഇത്രയും % ഇടിഞ്ഞിട്ടാണെന്ന് ഓർക്കണം കേട്ടോ. അത്രയും ഇടിഞ്ഞിട്ട് പോലും അത് 10 മാസം കൊണ്ട് റിക്കവറി ആയി. ഇനി അത് അവിടുന്ന് ഡബിളായത് ഏകദേശം 24,951 ആയത് 4 വർഷവും 7 മാസവും കൊണ്ടാണ് കേട്ടോ. 4 വർഷവും 7 മാസവും. 4.5 എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറയാം. അതായത് 12,000 24,000 ആയി. 12,461 24 സംതിങ് ആയി, ഏകദേശം ഡബിളായി. അത് ഈ ജൂലൈയിലാണ്, നമ്മുടെ ഈ കഴിഞ്ഞ ജൂലൈ 2024. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് പുറത്തു പോയി.
ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വന്നതും ആ സമയത്താണ്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പുറത്തു പോയതും ആ സമയത്താണ്. ഈ വീഡിയോ കണ്ടിരിക്കുന്ന മെജോറിറ്റി ആൾക്കാരും എനിക്ക് തോന്നുന്നു വന്ന ആ കോവിഡിൻ്റെ ക്രാഷിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയില്ലേ, ആ സമയത്തായിരിക്കണം വന്നിരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് പുറത്തു പോയ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ചെറിയ കോട്ട് പറയാം. വാറൻ ബഫറ്റിൻ്റെ കോട്ടൊന്നുമല്ല, ഷെയർ മാർക്കറ്റിൽ മലയാളത്തിൻ്റെ കോട്ടായിട്ട് കണക്കാക്കാം. കോട്ട് ഇതാണ്: ഈ മാർക്കറ്റിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാർക്കറ്റിൽ പല സംഭവങ്ങളും സംഭവിക്കും, പക്ഷേ അതിനെ ഒക്കെ അതിജീവിച്ച് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് നമുക്ക് ക്യാഷ് തരും. ആ സമയത്ത് നമ്മളിപ്പോൾ വിൽക്കാൻ പോയി, ഇപ്പോൾ താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? പാനിക്കായിട്ട് സെല്ല് നടത്തും. മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ നമ്മളത് വാങ്ങുമോ ഇല്ല. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ 10,000-ൻ്റെ കേസ് പറഞ്ഞില്ലേ, ഈ 10,030 കേസ് പറഞ്ഞില്ലേ, ഇവിടെ എനിക്ക് സംഭവിച്ച പോലെ സംഭവിക്കും. അതായത് തിരിച്ച് കയറുമ്പോൾ വാങ്ങാനും പറ്റിയില്ല. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ, സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങളും ഞാനും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ പാനിക്കായിട്ട് വിറ്റിട്ടുണ്ട്? വിറ്റ ആൾക്കാർ കാണും, പക്ഷേ ഞാൻ പാനിക്കായിട്ട് വിറ്റിട്ടില്ല. ഇപ്പം നമുക്കറിയാവുന്ന കുറേ പേര് വിറ്റിട്ടില്ല, മറിച്ച് അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഈ ഫ്ലക്ച്വേഷൻ സമയങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആയി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. എപ്പോഴും ആ ടെർമിലേക്ക് നോക്കിയിരുന്നാൽ കയറുന്നുണ്ടോ അങ്ങനെ പെട്ടെന്നൊന്നും കയറില്ല. 2 മാസം പിടിച്ചിട്ടുണ്ട് കയറാൻ, 3 മാസം പിടിച്ചിട്ടുണ്ട്, 6 മാസവും 8 മാസവും പിടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മാർക്കറ്റ് എത്ര നാൾ കൊണ്ട് കയറുമെന്ന് അറിയത്തില്ല. 2 മാസം ആകാറായിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണേലും കയറാം അല്ലേ. അതായത് പുതിയ ഹൈയിൽ, അതിൻ്റെ നേരത്തെ ഹൈയിലേക്ക് പോകാനായിട്ട് അധികം സമയമൊന്നും നമ്മൾ സാധാരണ കണ്ടിട്ടില്ല, ഹിസ്റ്റോറിക്കൽ കറക്ഷനിൽ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഡബിൾ ആകാനായിട്ടാണ് പല വർഷങ്ങൾ കണ്ട്, ചിലപ്പോൾ അത് 5 വർഷമോ 6 വർഷമോ ഒക്കെ പിടിച്ചേക്കാം. 2 വർഷം കൊണ്ട് ഡബിളായ ചരിത്രം 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ഇൻവെസ്റ്റഡ് ആകാതെ പേടിച്ച് ലോസിൽ വിൽക്കുന്നവർ, പ്രോഫിറ്റ് വിൽക്കുന്നവർ കുഴപ്പമൊന്നുമില്ല. ലോസിൽ വിൽക്കുന്നവർ അവസാനം അവരുടെ സ്റ്റോറി, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സ്റ്റോറി ഒരു ട്രാജഡി ആകാനാണ് സാധ്യത കൂടുതലും. അപ്പോൾ ഈ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് അസറ്റ് പ്ലസ് ആണ്. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോമാണ് അസറ്റ് പ്ലസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് അക്കൗണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അതിപ്പോൾ ഏഞ്ചൽ വണ്ണ് ഡിമാറ്റിൽ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കറണ്ട് ഡിപ്പിൽ അസറ്റ് പ്ലസ്സുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അതായത് ഫ്രഷേഴ്സ് ആണെങ്കിൽ അവർ എൻറ്റർ ചെയ്യുന്നതിന് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത്, ഈ ലംസം എന്ന് പറയുമ്പോൾ വലിയ തുകയും ചെറിയ തുകയൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ കാര്യം അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലംസം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അതിൻ്റെ കൂടെ ഒരു ലെസൺ കൂടെ വന്നു അല്ലേ. ചിലവർ ചോദിക്കും എപ്പോഴാണ് SIP ചെയ്യേണ്ടത്, എപ്പോഴാണ് ലംസം ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഉത്തരവുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ഇതുതന്നെയാണ്. ഈ സമയത്ത് ചെയ്യേണ്ടത് ലംസം ഇൻവെസ്റ്റ്മെൻറ്റും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത് SIP ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിൽക്കുന്നു ആ സമയത്തൊക്കെ ഇനി എത്രത്തോളം മുകളിലേക്ക് പോകുമെന്ന് അറിയില്ല, താഴേക്ക് പോകുന്നു അറിയില്ല. സോ SIP ബെറ്റർ. ഇപ്പോൾ താഴെയാണ് നിൽക്കുന്നത്, എന്തായാലും മാർക്കറ്റ് തിരിച്ചു പോകുമെന്നറിയാം. സോ ഇപ്പോൾ ലംസം ബെറ്റർ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ലംസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഇനി നിലവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവരൊന്നും ചെയ്യേണ്ട, സ്റ്റേ ഇൻവെസ്റ്റഡ്. സിനിമയും കാര്യങ്ങളൊക്കെ കാണുക, ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കിടന്നോട്ടെ, നമ്മൾ അതിൽ ഇട്ട് കുത്താനായിട്ട് പോകണ്ട. അപ്പം സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. ഇതിൽ കുറച്ച് ബുദ്ധിമാന്മാരിൽ ഞാനും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആളാണ് അത്രയും ബുദ്ധി എനിക്കില്ലാതെ പോയത്. പണ്ട് ഞാനും ഭയങ്കര ബുദ്ധിമാനായിരുന്നു. അപ്പോൾ ആ ബുദ്ധിമാന്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങ് വിറ്റ് കളയാം. മാർക്കറ്റ് ഇപ്പോൾ എന്താണ് 10, 12, 13% ഇടിഞ്ഞിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഒരു കുറേ ഇടിയുമായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ അങ്ങ് വിറ്റ് കളയാം. എന്നിട്ട് എന്ത് ചെയ്യാം? മാർക്കറ്റ് കുറച്ചും കൂടി ഇടിഞ്ഞ് കഴിയുമ്പോൾ മേടിക്കാം. ഒരു 5% കൂടി ഇടിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കാം. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ്സ് ഓഫൺ റിക്കവർ അൺഎക്സ്പെക്റ്റഡ്ലി. അതായത് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് വളരെ പെട്ടെന്നായിരിക്കും തിരിച്ച് കയറുക. അത് ചിലപ്പോൾ ഒരു ആഴ്ച കൊണ്ടൊക്കെ അങ്ങ് സംഭവിച്ച് കളയും, പറന്നങ്ങ് കയറി കളയും. അതായത് മാർക്കറ്റ് തിരിച്ച് കയറുക എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് സംഭവിക്കുന്ന, വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കുന്ന ഒരു ഈവൻ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് താഴെ ചെന്നിട്ട് ഇനിയും താഴെ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അതങ്ങനെ വിചാരിക്കുകയുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാറില്ല. അപ്പം അങ്ങനെ തിരിച്ചു കയറുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ താഴത്തെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് നമുക്ക് നഷ്ടപ്പെടുക. വീണ്ടും നമ്മൾ മുകളിലത്തെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം. താഴത്തെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തിരിച്ച് കയറുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1, സ്റ്റോക്കുകൾ ഈ സമയത്ത് വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ഡയറക്റ്റ് സ്റ്റോക്കുകളിലുള്ള നിക്ഷേപം പരമാവധി ഒഴിവാക്കുക.
അത് നിങ്ങൾക്ക് അറിയാൻ തോന്നും. ഞാനിത് പലവട്ടം ഇതിപ്പോൾ അസറ്റ് പ്ലസ്സുകാർ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്കറിയാം. അപ്പം ഞാൻ ഇപ്പോൾ സ്റ്റോക്കുകൾ അധികം അങ്ങനെ പറയാറില്ലല്ലോ, അല്ലേ? എന്നാൽ ന്യൂസും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ പറയാറുണ്ട്. ആ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഡയറക്റ്റായിട്ട് സ്റ്റോക്കുകൾ വാങ്ങുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത് എന്തിനാണ്? സ്റ്റോക്കിനാണ്, അല്ലേ? ലോസ് വളരെ കുറവുള്ള സ്റ്റോക്കുകളും ഉണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. കുറവുള്ള സ്റ്റോക്കുകളുടെ എണ്ണം വളരെ കുറവാണ്, അതാണ് കുഴപ്പം. അപ്പോൾ സ്റ്റോക്കുകൾ ലാർജ് ലോസ് വരും. അതാണ് മാർക്കറ്റ് ഇപ്പോൾ ഒരു 10-12% ഇടിഞ്ഞിട്ടുള്ളൂ. ആരുടെയൊക്കെ പോർട്ട്ഫോളിയോ അതിൻ്റെ ആ ഒരു ലെവലിൽ ഇടിവ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റിൽ കണ്ട മിക്കവരുടെയും പോർട്ട്ഫോളിയോ 30-40-50% ഡൗൺ ആണ്. പിന്നെ ഈ വളരെ നാൾ മുമ്പ് മേടിച്ച ആൾക്കാർ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് മേടിച്ച ആൾക്കാർ ഇപ്പോൾ ലോസിലല്ല. അങ്ങനെ ഒരു നഗ്ന സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരിപ്പോഴും ലോസിലല്ല, അവർ പ്രോഫിറ്റ് തന്നെയാണ്. ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ലോസിലേക്ക് പോയിരിക്കുന്നത്. അത് തെറ്റൊന്നുമില്ല, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ നമുക്ക് വലിയ വലിയ ലോസുകളുടെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മ്യൂച്വൽ ഫണ്ടിലും ETF-ലും ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് ബെസ്റ്റ് അഡ്വൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓൾറെഡി മാർക്കറ്റ് താഴെ പോയിട്ട് സ്റ്റോക്ക് എല്ലാം ലോസിൽ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ നിഫ്റ്റി ഒരു 1%-2% കയറിയെന്ന് ഓർത്തു. അന്നത്തെ ദിവസം 10%, 5%, 20%, 15% കയറുന്ന എത്ര സ്റ്റോക്കുകളുണ്ടാവും? അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഈ സ്റ്റോക്കുകൾ എല്ലാം പാഞ്ഞ് കയറിയല്ല, പക്ഷേ സ്റ്റോക്കുകളായിരിക്കും നമ്മുടെ ഇൻഡെക്സിനെ കഴിഞ്ഞും ഭയങ്കരമായിട്ട് കയറുന്നത്. സംഭവം ശരിയാണ്, ഇടിയുമ്പോഴും അങ്ങനെ തന്നെ. ഇൻഡെക്സ് നിഫ്റ്റി 1% ഇടിയുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് 7% ഇടിക്കും. ഈ കഥയായിരിക്കും നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമൊക്കെ. അപ്പോൾ സ്റ്റോക്കുകളിൽ ഹെവി ലോസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സമയത്ത് ETF-കളും മ്യൂച്വൽ ഫണ്ടുകളും സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സ്റ്റോക്ക് ഇടിഞ്ഞ് നിൽക്കുകയാണല്ലോ, വീണ്ടും നമ്മൾ സ്റ്റോക്കിൽ കയറി പെടേണ്ട കാര്യമില്ലല്ലോ. മാർക്കറ്റ് എന്തായാലും തിരിച്ച് കയറുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഈ ETF-ലും മ്യൂച്വൽ ഫണ്ടിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. മ്യൂച്വൽ ഫണ്ടെന്ന് ഞാൻ വിൽക്കാൻ പറയാറില്ല, പക്ഷേ ETF നിങ്ങൾ വിറ്റോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ നമ്മുടെ സ്റ്റോക്കുകളിൽ ഒരു പുൾ ബാക്ക് ഉണ്ടാകും. നമ്മുടെ സ്റ്റോക്കുകളുടെ ആ ലോസ്, ഹ്യൂജായിട്ടുള്ള ലോസ് ഉറപ്പായിട്ടും കുറയും. കുറേ എണ്ണം പ്രോഫിറ്റിൽ വരും. ആ സമയത്ത് നമ്മൾ താഴെ ലെവലിൽ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ETF-കൾ പ്രോഫിറ്റിൽ വരും. നമുക്ക് സുഖമായിട്ട് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാനായിട്ട് പറ്റും, പാട്ടും പാടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇടിയുമ്പോൾ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒഴിവാക്കുക. ഈ സ്റ്റോക്കുകൾ, മിക്ക സ്റ്റോക്കുകളും തിരിച്ച് കയറില്ല എന്നും പറയുന്നില്ല, പക്ഷേ അത് ചിലപ്പോൾ തിരിച്ച് കയറാനായിട്ട് ഒരുപാട് വർഷങ്ങൾ പിടിച്ചേക്കാം. വളരെ കുറച്ച് ശതമാനം സ്റ്റോക്കുകൾ ഒരിക്കലും തിരിച്ച് കയറിയില്ല എന്ന് വരാം. എന്നാൽ ഇൻഡെക്സ് അങ്ങനെയല്ല, മ്യൂച്വൽ ഫണ്ട് അങ്ങനെയല്ല. നല്ല സംഭവങ്ങൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ സെക്ടോറലും തീമാറ്റിക്കും ഫണ്ടുകൾ മാക്സിമം ഒഴിവാക്കുക. ഞാൻ തന്നെ ഇപ്പോൾ 2 സെക്ടോറൽ ഫണ്ടുകൾ മാത്രമാണ് പറയുന്നുള്ളൂ. ബാക്കി എല്ലാം മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ കയറാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഞാൻ 2 സെക്ടോറൽ ഫണ്ടുകൾ പറയുന്നുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന 2 എണ്ണം, ഒന്ന് ഫാർമയാണ്, ഒന്ന് IT ആണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് പറയുന്നത്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ വേണ്ട. 10 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 7 മുതൽ 8 രൂപ വരെ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ എന്തായാലും കയറാൻ സാധ്യതയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ETF-ഉം അതിലുമൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ അത് തന്നെ ആ പോളിസി നോക്കുക. അതിൽ 2 രൂപ ഈ പറയുന്ന പോലെ ഫാർമയിലും IT-യിലും ഇട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാർമ IT-ന് നല്ല രീതിയിൽ കയറും. എന്നാൽ പോലും ചില സമയങ്ങളിൽ ഇത് വർഷങ്ങളോളം ഒരു കറക്ഷനിൽ നിന്നേക്കാം. ഈ 2 സെക്ടറല്ല, മറ്റ് തീമാറ്റിക് ഫണ്ടുകൾ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ അതുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇടിയുന്നത്. ഇപ്പോൾ PSU കമ്പനികളും അതുപോലെ ഡിഫൻസ് കമ്പനികളും ഏറ്റവും കൂടുതൽ ഇടിഞ്ഞത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ കമ്പനികളാണ് മാർക്കറ്റ് ഇടിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിയുക, അതാണ് പ്രശ്നം. അതായത് തീമാറ്റിക് ഫണ്ടുകളും സെക്ടോറൽ ഫണ്ടുകളുമാണ് ഇടിയുക കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കാം. ഇനിയിപ്പോൾ പാനിക് സെല്ലിങ്, റെഡീമിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പാനിക് ടേൺസ് പേപ്പർ ലോസസ് ഇൻ ടു റിയൽ ലോസസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ലോസ് ഉണ്ട്, ശരിയാണ്, നമുക്ക് ലോസ് ഉണ്ട്. പക്ഷേ അത് പേപ്പർ ലോസാണ്. ഇത് നമ്മുടെ റിയൽ ലൈഫിൽ ബാധിക്കുന്നില്ല. കാരണം ഇത് പേപ്പർ ലോസാണ്. നാളെ മാർക്കറ്റ് തിരിച്ചു കയറിയുമ്പോൾ ഈ ലോസ് റിക്കവർ ആകുകയും ചെയ്യും. എന്നാൽ നമ്മൾ പേടിച്ചിട്ട് പാനിക് സെല്ല് ചെയ്തിട്ട് നമ്മുടെ ലോസിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് റിയൽ ലോസായിട്ട് മാറും. അത് തിരിച്ച് എടുക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. ഓൾറെഡി ലോസൊക്കെ ബുക്ക് ചെയ്ത് മനസ്സങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ മനസ്സ് സമ്മതിക്കില്ല. അതൊരു പ്രശ്നമാണ്.
അപ്പോൾ പേപ്പർ ലോസ് ഒരിക്കലും റിയൽ ലോസ് ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ഹോർഡിംഗ് ക്യാഷാണ്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ബോട്ടം അടിക്കട്ടെ അന്നേരം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ക്യാഷുമായിട്ടിരിക്കും. നമ്മൾ നേരത്തെ മോളിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പോഴങ്ങനെയല്ല, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ ഓരോ 500 പോയിൻറ്റും താഴേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയില്ലേ, അതേപോലെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ ക്യാഷ് ഇങ്ങനെ പിടിച്ചിട്ട് ഏറ്റവും ബോട്ടം എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പറന്നങ്ങ് കയറാൻ നേരത്ത് പറന്ന് കയറും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുറച്ച് ക്യാഷ് കയ്യിൽ കരുതിക്കോളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാം, കുറച്ച് ക്യാഷ് നമ്മൾ കയ്യിൽ കരുതുക. എന്നാൽ ഈ പറയുന്ന പ്രത്യേക ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. ഇപ്പോൾ 23,000 എന്ന് പറയുന്ന ഒരു ലെവൽ, ഒരു റൗണ്ട് ഫിഗർ, അവിടെ എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. 23,500 ചെയ്യാത്തവർ ഇപ്പോഴെങ്കിലും ചെയ്യണം. എന്നാൽ കുറച്ച് ക്യാഷ് നമ്മൾ ക്യാഷായിട്ട് കരുതുകയും വേണം. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഇപ്പം നന്നായിട്ട് കറക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ, 10-12% മാർക്കറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു 10% മുകളിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ടുണ്ട്. നിഫ്റ്റിയുടെ PE 21.68 ഡൗൺ ആയിട്ടുണ്ട്. അതൊരു അട്രാക്റ്റീവ് വാല്യുവേഷനാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ PB റേഷ്യോ 3.53 ആയിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ഇത് നിഫ്റ്റിയുടെയാണ് കേട്ടോ. നിഫ്റ്റി എന്ന് പറയുമ്പോൾ ബ്ലൂ ചിപ്പ് കമ്പനികൾ, ലാർജ് ക്യാപ്പ് കമ്പനികളാണ്. എന്നാൽ മിഡ് ക്യാപ്പിൻ്റെയും സ്മോൾ ക്യാപ്പിൻ്റെയും വാല്യുവേഷൻ ഇപ്പോഴും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ബ്ലൂ ചിപ്പ് കമ്പനികളുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ വാല്യുവേഷനാണ് ഇപ്പോൾ നമുക്ക് ഫേവറബിളായിട്ട് നമുക്കൊരു എൻട്രി പോയിൻ്റായിട്ട് നിൽക്കുന്നത്. ഇനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും എക്സ്പെക്റ്റഡ് റിട്ടേണും നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറയുന്നുണ്ട് വളരെയധികം ഇവർ സെല്ല് ചെയ്തു എന്നല്ലേ. കഴിഞ്ഞ വർഷം മാർക്കറ്റ് റാലി ചെയ്ത് അമേസിംഗ് ആയിട്ടാണ്. അതായത് നിഫ്റ്റിയുടെ മാത്രം റിട്ടേൺ 30% വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം 30% ഇല്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20% താഴെയാണ്. എന്താണ്, മാർക്കറ്റ് ഡൗൺ ആയി. അതുകൊണ്ടാണ് ഈ 30% മുകളിൽ ഒരു നിഫ്റ്റിയുടെ റിട്ടേൺ വരിക എന്നുള്ളത് ഒരു മാസീവ് റിട്ടേൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും പറന്നു 50, 60, 70 അങ്ങനെ നല്ല റിട്ടേണാണ് തന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്, കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന 30 20 അപ്പം വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. FIS ഈ സമയത്ത് വിറ്റിരിക്കുന്നത് $14 ബില്യൺ സെപ്റ്റംബർ 2024 മുതൽ, അതായത് ഇതിപ്പോൾ നവംബർ ആയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നറിയാമോ? $900 ബില്യൺ. $900 ബില്യൺ നിന്നാണ് ഇവർ ഈ പറയുന്ന $14 ബില്യൺ വിറ്റത്. അതായത് അവരുടെ ഹോൾഡിങ്ങിൻ്റെ 1.5% മാത്രമേ അവർ വിറ്റിട്ടുള്ളൂ. അതായത് അവർ ആ പ്രോഫിറ്റ് എടുത്തു എന്ന് നമുക്ക് പറയാം. അവർ മാർക്കറ്റിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും. കാരണം ഇത്രയും നല്ല പ്രോഫിറ്റ് കൊടുത്തിട്ടുള്ള മാർക്കറ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റാണ്. അപ്പോൾ അവർ തിരിച്ച് വരിക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത ഒരു റീസൺ, നമ്മുടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഏണിങ്സാണ്. ഏണിങ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ BSE സെൻസെക്സിൻ്റെ ഏണിങ്സ് CAGR നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തേത് 17.1%. ഇതൊക്കെ ഒരു സൈക്ലിക്കായിട്ട് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഏണിങ്സ് കുറേ എല്ലാ സമയം ഒരേപോലെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കമ്പനികൾ തരുമോ? ഇല്ല, അത് മാറ്റം ഉണ്ടാകാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്നത്. FISൻ്റെ സെല്ലിംഗ് ഉണ്ട്, ഏണിങ്സിൻ്റെ ഇതുണ്ട്, ചൈന മാർക്കറ്റിലേക്ക് ഫണ്ട് പോകുന്നുണ്ട്, യുദ്ധം മറ്റൊരു കാരണമാണ്, സെബിയുടെ റൂൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം ഓരോരോ കാരണങ്ങളാണ്. പക്ഷേ ഇതൊക്കെ സൈക്ലിക്കായിട്ടുണ്ടാകുന്ന എല്ലാ കാലത്തും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ചു വരില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. മാർക്കറ്റ് എന്തായാലും തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ അടുത്ത ഏണിങ്സ് വരുന്നുണ്ടല്ലേ, ജനുവരി തൊട്ട് പുതിയ റിസൾട്ട് വരാൻ പോവാണ്. അത് എന്തുകൊണ്ട് പോസിറ്റീവായി കൂടാ? ഇനി ആ റിസൾട്ട് കമ്പയർ ചെയ്യുന്ന ഈ കഴിഞ്ഞ റിസൾട്ടുമായിട്ടാണ്. കഴിഞ്ഞ റിസൾട്ട്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് വളരെ മോശമാണ്. അപ്പോൾ അടുത്ത ജനുവരിയിൽ വരുന്ന റിസൾട്ട് കമ്പയർ ചെയ്യുന്നത് ഈ റിസൾട്ടുമായിട്ടാണ്. അതും മോശമാണ് എന്ന് കരുതിക്കോളൂ. അതിൻ്റെ അടുത്ത റിസൾട്ട് കമ്പയർ ചെയ്യുന്നത് ജനുവരിയിലുള്ള മോശത്തിൻ്റെ മോശം ആയിട്ടുള്ള റിസൾട്ടുമായിട്ടാണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ എന്ത് സംഭവിക്കും? തലേ റിസൾട്ടിനെ കഴിഞ്ഞും കഴിഞ്ഞ ക്വാർട്ടറിനെ കഴിഞ്ഞും നല്ല റിസൾട്ട് വന്നല്ലേ പറ്റൂ. അത് വരും, മാർക്കറ്റ് പറക്കാൻ അത് മതി. അത് അടുത്ത റിസൾട്ട് ആവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും മാർക്കറ്റ് ഇവിടെ റിക്കവർ ചെയ്യാനുള്ള പല സംഭവങ്ങളും കാണിക്കും. ബൈഡൻ ഓരോ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ടെമ്പററി സംഭവമാണ്. പിന്നെ അടുത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ റീറ്റെയിൽ ഇൻഫ്ലേഷനാണ്. 6% മുകളിലേക്ക് ഇൻഫ്ലേഷൻ മാറിയിട്ടുണ്ട്. വെജിറ്റബിൾ പ്രൈസും കാര്യങ്ങളും ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ RBI ശ്രമിക്കും.
അതിപ്പോൾ മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ ശ്രമിക്കുന്നതാണ്. ഇൻഫ്ലേഷൻ കൂടിക്കഴിയുമ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യും. അത് മാർക്കറ്റിന് ഫേവറബിളായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മുടെ GDP ഗ്രോത്താണ് 7% മുകളിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന GDP. അത് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റിന് അത് നല്ലതാണ്. പക്ഷേ ഇതിങ്ങനെ സ്ട്രോങ് ആണ് എന്ന് കരുതി മാർക്കറ്റ് കറക്റ്റ് ചെയ്യില്ല എന്നതർത്ഥമില്ല. മാർക്കറ്റ് കറക്റ്റ് ചെയ്യും, എന്നാൽ റിക്കവറിയും അതുപോലെ വളരെ ഷാർപ്പായിട്ട് വരും. അതിന് നമ്മളൊരു ഗ്രാഫ് കാണുന്നുണ്ട്, നമുക്ക് അത് താഴേക്ക് പോകുമ്പോൾ കാണാം. ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇൻഫ്ലേഷൻ കൺസേൺ ഉണ്ട്, FIs വിഡ്രോവലുണ്ട്, ഏണിങ്സിൽ ഡിപ്പ് വന്നിട്ടുണ്ട്, കൺസപ്ഷൻ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം. ഇതൊന്നും പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമല്ല. ഇനി ഇന്ത്യയുടെ ഔട്ട്ലുക്ക് 2030 ഇന്ത്യയുടെ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 140 മില്യൺ ന്യൂ മിഡിൽ ഇൻകം ഹൗസ് ഹോൾഡ്സ് ജനറേറ്റ് ചെയ്യും 2030 ആകുമ്പോഴത്തേനും. അതായത് 140 മില്യൺ പുതിയ കുടുംബങ്ങൾ മിഡിൽ ഇൻകം സ്റ്റേജിലേക്ക് വരുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഹൈ ഇൻകം സ്റ്റേജ്, മിഡിൽ ഇൻകത്തെ കഴിഞ്ഞ് കൂടുതലാണ് ഹൈ ഇൻകം സ്റ്റേജ്, അത് 21 മില്യൺ പുതിയ കാറ്റഗറി പീപ്പിൾസ് അതിലേക്ക് വരുന്നുണ്ടാവും 2030 ആകുമ്പോൾ കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇൻകം പെർ ക്യാപിറ്റ എന്ന് പറയും. ഇപ്പോഴത്തെ ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറയുന്നത് $2450, അത് $4000 ഉയരും. 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $5 ട്രില്യൺ നിന്ന് $10 ട്രില്യൺ ആയിട്ട് ഡബിളായിട്ട് ഉയരും. നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റ് അല്ലാതെ തന്നെ ഡബിളാകുന്നത് അല്ലേ. ഡബിളാകുന്നത് നമ്മൾ എത്ര വർഷങ്ങൾ കൊണ്ടാണ്? 2 വർഷങ്ങൾ കൊണ്ടും 3 വർഷം കൊണ്ടും 5 വർഷങ്ങൾ കൊണ്ടും 8 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 6 വർഷം കൊണ്ട് $5 ട്രില്യൺ എന്നുള്ളത് $10 ട്രില്യൺ ആയിട്ട് നമ്മുടെ മാർക്കറ്റ് ഉയരും. ഇത് ജെഫ്രീസ് അടക്കമുള്ള സോഴ്സിൽ നിന്നുള്ള ഡേറ്റയാണ് കേട്ടോ. പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതിന്, ഫ്യൂച്ചറിൽ മുകളിലേക്ക് പോകും എന്നുള്ളതിന് എന്ത് ഷുവർട്ടിയാണ് ഉള്ളത്? അതിന് നമുക്ക് ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും. GDP ഗ്രോത്തും നിഫ്റ്റി 50യുടെ ഗ്രോത്തും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. GDPയുടെ ഗ്രോത്താണ് ഈ കാണുന്ന നീല കളറിൽ കാണുന്നത്. എന്ത് മനോഹരമായിട്ടാണല്ലേ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. മാർക്കറ്റല്ല, GDP, ഇന്ത്യൻ GDP മുകളിലേക്ക് പോകുന്നത് എന്ത് മനോഹരമായിട്ടാണ്. ഇവിടെ ഒരു സ്ലോ ഡൗൺ ഉണ്ടായി, അതിനുശേഷം ഇപ്പോൾ ഷാർപ്പ് റാലിയാണ് നമുക്കിവിടെ കാണാം. ഷാർപ്പായിട്ടുള്ള റാലിയാണ്. 2003 മുതലുള്ള ഡേറ്റയാണ് നമ്മൾ കാണുന്നത്. 2005, 7, 9, 11 നമുക്കിങ്ങനെ ഇവിടെ ചെക്ക് ചെയ്യാം. അതായത് ഒരു സ്റ്റേബിളായിട്ടുള്ള, ഇവിടെ ഈ ഒരു ഘട്ടം ഒഴിച്ച്, ഇതും വലിയ താഴേക്കൊന്നും പോയിട്ടില്ല, ഘട്ടം ഒഴിച്ചിട്ട് ബാക്കി സ്റ്റേബിളായിട്ടുള്ള റാലിയാണ് നമുക്ക് കാണുന്നത്. ഇനി നമ്മുടെ നിഫ്റ്റിയാണ് അതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു കളറ്, ഓറഞ്ച് പോലത്തെ ഈ കളർ നിഫ്റ്റിയാണ്. ഇത് നോക്കിക്കേ, ഇത്ര സ്റ്റഡി ആയിട്ട് GDP പോകുമ്പോഴും ഇപ്പോഴും GDP മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ സമയത്തും ഇതിന് മുമ്പുമൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? മാർക്കറ്റ് നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വോളറ്റൈലാണ്, കറക്റ്റ് ചെയ്യും, പക്ഷേ വളരെ ശക്തമായിട്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും ചെയ്യും. ഈ കറക്ഷൻസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കണം എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. ഇപ്പോഴും GDP പോസിറ്റീവാണ്, ഗ്രോത്ത് ഉണ്ട്, നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റും നല്ല രീതിയിൽ മുകളിലേക്ക് പോകും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ കറക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇതുപോലുള്ള കറക്ഷൻസ് ഷാർപ്പായിട്ടുണ്ടാകുകയും റിക്കവറി എത്ര നാൾ കൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടതുമാണ്. ഇതും വെറുതെ പറയുന്നതല്ല. ഇതിൻ്റെ ഡേറ്റ എടുത്തിരിക്കുന്നത് HDFC AMC നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്ക് കേട്ടോ. HDFC, അതായത് SIP പോലെ. മോസ്പി അസറ്റ് പ്ലസ് റിസർച്ച് 2024 മാർച്ചിലെ ഡേറ്റയാണിത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എക്കണോമിക് ഗ്രോത്തും സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്തും പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എക്കണോമിക്ക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിന് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് കറക്ഷൻ ഉണ്ടാകും. അതാണ് നമ്മൾ മുകളിൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഇതാണ്. ETF-ലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇത്രയും വായിച്ച് സമയമൊന്നും കളയുന്നില്ല. ചുരുക്കം ഇതാണ്. കൺസിഡർ ഇൻവെസ്റ്റിംഗ് യുവർ സർപ്ലസ് ഫണ്ട്സ് വെൻ പോസിബിൾ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി അവോയ്ഡ് റിയാക്ടിങ് ഇമ്പൾസീവ്ലി ടു മാർക്കറ്റ് ടിപ്സ്. മാർക്കറ്റിൽ ഇങ്ങനെ താഴേക്കൊക്കെ ഉണ്ടാകും, പക്ഷേ പാനിക്കായിട്ട് വിറ്റ് നഷ്ടം വരുത്താതിരിക്കുക. ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. കൂടുതൽ ഡിപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഡിപ്പിൽ നിന്നും മാർക്കറ്റിന് ഒരു റിക്കവറി ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.